എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിപ്പോ കഷ്ണങ്ങളോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ആർക്കും ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ്. ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി സാമ്പാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും വറമുളകും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത് ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. നമ്മൾ ഇന്ന് ഒരു 5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് സാമ്പാർ തയ്യാറാക്കുന്നത്. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റാം. പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയിട്ട് നമുക്ക് ആവശ്യമായ പൊടികളും കൂടി ചേർക്കാം. 1/2 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1/2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ തന്നെ സാമ്പാർ പൊടിയുമാണ്. പൊടികളും കൂടി ചേർത്ത് നല്ലതുപോലെ മുരിച്ചെടുത്തതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മുടെ സാമ്പാറിന്റെ ചാറിന് ആവശ്യമായ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം പുളിപ്പില്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇവയെല്ലാം ചേർത്തൊന്ന് തിളച്ച് വന്നാൽ പിന്നെ 1 സ്പൂൺ കടലമാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ തിളച്ചൊന്ന് കുറുക്കിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് 1 സ്പൂൺ അളവിലെ ശർക്കര പാനി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാമ്പാർ ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.